ഹലോ. മദ്യപിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നവരാണോ നിങ്ങൾ? മദ്യപിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്നവരാണോ? അതോ മദ്യപിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കരയുന്നവരാണോ? മദ്യപിച്ചു കഴിഞ്ഞാൽ ചെവിയടിച്ചു പോകുന്ന പച്ച തെറി വിളിക്കാറുണ്ടോ? മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നുകയും പൊട്ടിക്കുകയും ചെയ്യാറുണ്ടോ? മദ്യപിക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ശാന്തശീലരും സൽസ്വഭാവികളുമായിട്ടുള്ളവരെ കാണാനേ കിട്ടില്ല. പക്ഷെ മദ്യപിച്ചു കഴിയുമ്പോൾ മാത്രമുണ്ടാകുന്ന ഈ പുതിയ സ്വഭാവ സവിശേഷത അതെന്താണ്? ഇത് പുതിയ സ്വഭാവ സവിശേഷത ഒന്നും അല്ല കേട്ടോ. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവർ അടക്കി വെച്ചിരിക്കുന്ന ഇമോഷൻസ് തന്നെയാണ്. മദ്യപിക്കാതിരിക്കുമ്പോൾ ഈ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ലഭിക്കുന്നു. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ ദുഃഖമായാലും സന്തോഷമായാലും ദേഷ്യമായാലും ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതും തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതുമെല്ലാം നമ്മുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബിലുള്ള പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. മദ്യം ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസന്റ് ആയതുകൊണ്ട് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ കോശങ്ങളെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് കൃത്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരുന്നു. അതായത് ഉള്ളിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ഇമോഷൻസ് അതേപടി തന്നെ പുറത്തു വരുന്നു. സന്തോഷം സന്തോഷമായും ദേഷ്യം ദേഷ്യമായും സങ്കടം സങ്കടമായും തന്നെ പുറത്തു വരുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മദ്യം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ അത് കോൺഷ്യസ് മൈൻഡിനെ ഇനാക്റ്റീവ് ആക്കുകയും സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന പല വികാരങ്ങളെയും ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്നു.